വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ. യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ്. യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7. കുറെ ചെറിയ മത്സ്യങ്ങളുമുണ്ട്. 35-ാമത്തെ വാക്യം. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. നിലത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയം കണ്ടെത്തണം. എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ചു നേരം ദൈവത്തിന് മുമ്പിൽ നാം ശാന്തമായിരിക്കാൻ സമയം കണ്ടെത്തണം. യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് അത് വിളമ്പിയപ്പോൾ അത് അനുഭവിക്കാൻ ഇടയായത് ആരാണ്? എഴുന്നേറ്റ് ഓടിയവരല്ല. ദൈവത്തിന്റെ വാക്ക് കേട്ട് അവിടെ ഇരുന്നവരാണ് യേശു ചെയ്ത അത്ഭുതം അനുഭവിച്ചത്. എത്ര തിരക്കാണെങ്കിൽ പോലും കുറച്ചു നേരം ദൈവത്തിനായി നാം സമയം കണ്ടെത്തണം. ദൈവവചനത്തിന് മുൻപിൽ നാം പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവത്തിന് വേണ്ടി നീ സമയം കണ്ടെത്തുമ്പോൾ ദൈവം നിനക്കായി ചില അനുഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. യേശു അവരോട് ശാന്തമായി ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് അവർ അത്ഭുതം നടക്കുന്നത് കണ്ടത്. ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്കാണ് അത്ഭുതങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നത്. ആ ഇരുന്ന ജനത്തിന്റെ മുൻപിലാണ് 7 അപ്പമെടുത്ത് യേശു കൃതജ്ഞത സ്തോത്രം ചെയ്തത്. ആ ഇരുന്നവരാണ് അത്ഭുതങ്ങളെ കണ്ടവർ, അത്ഭുതം അനുഭവിച്ചവർ. ദൈവപരിപാലന മനസ്സിലാക്കിയവർ. 38-ാമത്തെ വാക്യം. അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാപൂർവം സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, വിളമ്പുക. ജീവിതത്തിൽ സംഭവിക്കുന്ന ചില വിഷമങ്ങളും വേദനകളും, അതിനു പിന്നിൽ ഒരു വലിയൊരു ദൈവിക പദ്ധതി ഉണ്ട്. എന്തിനാ എനിക്കിങ്ങനെ സഹനം? എന്തിനാ എനിക്കിങ്ങനെ കുറ്റപ്പെടുത്തലുകൾ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എനിക്കൊരു മനസുഖവും ഇല്ലല്ലോ. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു വലിയൊരു പദ്ധതിയുണ്ട്. ആരുടെയൊക്കെയോ ചില ജീവിതങ്ങൾക്ക് അത്ഭുതമാകാൻ ഉള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിഷമങ്ങൾ ഉള്ളത്. യേശു 7 അപ്പമെടുത്ത് മുറിച്ചു. അത് ധാരാളം പേർക്ക് സംതൃപ്തി നൽകി. ഒരുപാട് പേരെ സന്തോഷിപ്പിച്ച, മനസ്സ് നിറച്ച അനുഭവമാണിത്. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷമത്തിൽ ആയിരിക്കാം. ചില വ്യക്തികൾക്ക് അനുഗ്രഹമാകാൻ ഉള്ളവരാണ് നിങ്ങൾ. പരീക്ഷണങ്ങൾ വരുന്നത് നിന്നെ തളർത്താനല്ല, ഒരുപക്ഷെ ദൈവത്തിന്റെ വലിയൊരു പദ്ധതി നിന്നിൽ വെളിപ്പെടുവാനാണ്. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കാരുണ്യം എന്നും നിങ്ങളിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീടിനെ വിശുദ്ധീകരിക്കട്ടെ. വ്യക്തിക്ക് മാനസാന്തരം ദൈവം നൽകട്ടെ. ആ വ്യക്തിക്ക് ദൈവപരിപാലന അറിയാൻ ഇടവരട്ടെ. രോഗം, അപകടം എല്ലാം മാറിപ്പോകാൻ ഇടവരട്ടെ. ആരുടെ മുൻപിലും കൈനീട്ടി ചെല്ലാൻ ഇടയാകരുത് എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.